ചേട്ടാ ഒരു കോഫി. എടാ താനിത് എവിടെ പോയി കിടക്കുക? സാർ ഞാനൊരു കോഫി അടിക്കാൻ കയറിയതാ. എടാ തന്നോട് ഞാനിന്ന് നോർത്ത് മൊത്തം കവർ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ? മണി 3 എനിക്ക് ഇത്ര നേരമായിട്ട് 2 സെയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സാർ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. എല്ലായിടത്തും നമ്മുടെ കോമ്പറ്റേറ്റീവ് ബ്രാൻഡ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. വൈകിട്ട് 6 മണിക്കുള്ളിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ നാളെ മുതൽ മോൻ ജോലിക്ക് വേറെ സ്ഥലം നോക്കണം കേട്ടല്ലോ. സർ എന്താണോ ഡെയിലി റിപ്പോർട്ട്? സെയിൽസ് 0, ഓർഡർ 0, പെട്രോൾ 300, ഫുഡ് 150. നീയൊക്കെ എന്തിനാടാ രാവിലെ ഒരുങ്ങി കെട്ടി വരുന്നത്? പറ്റത്തില്ലെങ്കിൽ വേറെ പണിക്കും പോടാ. സാറേ ഇന്നൊരു ക്ലയൻറ്റ് ഓർഡർ തരാമെന്ന് ഉറപ്പ് പറഞ്ഞതാണ്. പോകുന്ന വഴിക്ക് ബൈക്കൊന്ന് പഞ്ചറായി, അതുകൊണ്ട് എത്താനും വൈകി. പിന്നെ പുള്ളി എന്തോ ഒരു മീറ്റിങ്ങിലും ഇല്ല. എടാ നിന്റെയൊക്കെ അലസത കൊണ്ട് മേളിൽ നിന്ന് തെറി മുഴുവൻ കേൾക്കുന്നത് ഞാനാ. അപ്പോഴാ HR-നോട് പറഞ്ഞതാ ഇതുപോലത്തെ കഴിവില്ലാത്ത കണ്ണിക്കട്ട കോഴന്മാരെ ഒന്നും ജോലിക്കെടുക്കരുത്. ഒന്ന് നിർത്ത് സാറേ. സാർ പറഞ്ഞു എവിടെ കയറി പോവാ? പറ്റത്തില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോവാനും. ഞാൻ ഉൾപ്പെടെ ഈ കമ്പനിയിലെ എല്ലാ സെയിൽസ് സ്റ്റാഫും രാവിലെ മുതൽ ബാഗും തൂക്കി വെയിലെന്നോ മഴയെന്നോ കൂടാതെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ കണ്ണി കണ്ടവന്മാരുടെ കൈയും കാലും പിടിച്ചുണ്ടാക്കുന്ന സെയിൽസിന്റെ ഒരൊറ്റ ബലത്തിലാ സാർ ഈ കസേരയെ ഞെളിഞ്ഞിരുന്ന് എന്റെ അടുക്കൽ ആജ്ഞാപിക്കുന്നത്. എന്തിന് ഈ കമ്പനി പോലും നിലനിൽക്കുന്നത്? സാർ എന്താ പറഞ്ഞേ? കഴിവില്ലാത്തവന്മാരെന്നു. സാർ ഈ കയ്യിലെ തഴമ്പ് കണ്ടോ? ഈ പണി പോയാലും പറമ്പിൽ നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ എനിക്കറിയാം. പിന്നെ സാറൊന്ന് സൂക്ഷിച്ചു, ഈ കസേരന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്ന പിന്നെ സാറിനൊരു പട്ടിയുടെ വില പോലും കാണത്തില്ല. ഓർത്താ നല്ലത്.